ഒരു ക്ഷേത്രത്തിൽ നിത്യവും ഒരാമ വരും. എന്തിനാണെന്നല്ലേ? അതാണ് കൗതുകം. ദിവസവും രാത്രി 8 മണിയോടുകൂടി അത്താഴപൂജ കഴിഞ്ഞ് ക്ഷേത്ര ജീവനക്കാർ പാത്രം കഴുകുന്ന സമയത്താണ് ആശാൻ്റെ വരവ്. വേറൊന്നിനുമല്ല, നിവേദ്യച്ചോറ് കഴിക്കാനായിട്ടാണ് വരുന്നത്. കിണറിനടുത്തായി ഒരു ഓവുണ്ട്. ആ ഓവിനകത്താണ് പുള്ളിയുടെ താമസം. പകലൊന്നും അങ്ങനെ കാണാറില്ല. രാത്രിയായാൽ കൃത്യമായിട്ടെത്തും. പൂജ കഴിയുന്ന സമയമൊക്കെ ആമച്ചാർക്കറിയാം. ഇനി ആ സമയത്ത് ചോറ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ കാലിൽ വന്ന് തട്ടുകയും കടിക്കുകയൊക്കെ ചെയ്യും. ഈ ഉത്സവക്കാലമൊക്കെ ആകുമ്പോൾ പതിവ് പോലെയല്ലോ, ചടങ്ങുകളൊക്കെ താമസിക്കും. ഇതൊന്നും അറിയാതെ പതിവ് പോലെ 8 മണി കഴിഞ്ഞപ്പോൾ എത്തിയതാണ് ആശാൻ. പക്ഷേ വന്നപ്പോൾ ചോറ് കിട്ടിയിട്ടില്ല. പതിവ് പടി കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം ഓവിനകത്തേക്ക് തന്നെ കയറിപ്പോയി. 9 മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത്താഴപൂജയെ കഴിഞ്ഞത്. എന്തായാലും പാത്രം കഴുകുന്ന ശബ്ദം കേട്ടിട്ടായിരിക്കും വീണ്ടും അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ക്ഷേത്ര ജീവനക്കാർ ചോറിട്ട് കൊടുത്തു. ചുറ്റിനും ഒന്ന് നോക്കി സുരക്ഷിതമാണെന്ന് ബോധ്യമായപ്പോൾ പതുക്കെ വന്ന് കഴിച്ചു തുടങ്ങി. ഇനി ആരെങ്കിലും അടുത്ത് ചെന്നാലൊന്നും പുള്ളിക്കത് പ്രശ്നമല്ല. നമ്മൾ ഒച്ച വച്ചാൽ മാത്രം കയറിപ്പോവും. ആരും അതിനെ അങ്ങനെ ഉപദ്രവിക്കാറും പതിവില്ല. ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴും ഇതിനെ കണ്ടതാണ്. ആ ഒരു ഓർമ്മ വെച്ച് ജീവനക്കാരോട് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, കഴിഞ്ഞ 5-6 മാസമായിട്ട് വരാറില്ലായിരുന്നു അത്രേ. എൻ്റെ ചോദ്യം കേട്ടിട്ടാണോ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓവിനുള്ളിൽ നിന്നും ഒരു തല നീണ്ടു വന്നു. ഞാനെങ്ങും പോയിട്ടില്ല എന്ന മട്ടിൽ. എന്തായാലും അവിടെയുള്ളവർക്കും സന്തോഷമായി. പതിവ് ആളെ കാണാത്തതിൻ്റെ ഒരു പ്രയാസം അവർക്കുമുണ്ടായിരുന്നു. മറ്റൊരു സംശയം, ഈ ഓവിനകത്ത് ഇത്രയും കാലമായി ഇതെങ്ങനെ കഴിഞ്ഞുകൂടി എന്നതാണ്. അഴുക്ക് വെള്ളം മാത്രം ചെല്ലുന്ന ഒരു ഓവാണത്. വർഷങ്ങളായി ഇതിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ താമസവും. എന്നാൽ പുറത്തിറങ്ങി പോകണമെങ്കിൽ ധാരാളം വഴികളുമുണ്ട്. ആഹാരം കഴിക്കാൻ നേരം ഓവിനകത്തുനിന്ന് പുറത്തു വരും. അത് കഴിഞ്ഞാൽ തിരികെ ഓവിനുള്ളിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും, ഒരു സ്വയം തടങ്കലിലെന്ന പോലെ. എന്തായാലും ഈ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കൗതുക കാഴ്ചയാണ് ഈ ആമ. ഇനിയും ഏറെ പറഞ്ഞാൽ ആമച്ചാർ ചിലപ്പോൾ ദിവ്യനായി പോയാലോ. ചെറിയൊരു കൗതുക കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.